ആർപ്പോയ്. ഹീറോ ഹീറോ ഹീറോ. ഓക്കെ, അപ്പൊ നമ്മൾ ആർപ്പ് വിളിച്ച് ഇത്രയും എനർജിയോട് കൂടെ നിൽക്കുന്നത് AKM പബ്ലിക് സ്കൂൾ മോർക്കുളങ്ങരയിലാണ്. ഇവിടുത്തെ ഏത് ക്ലാസ്സിലാണ് നിങ്ങൾ? എത്രാം ക്ലാസ്സിലാ? 5ാം ക്ലാസ്സിൽ. 5ാം ക്ലാസ്സിൽ. എല്ലാവരും 5ാം ക്ലാസ്സിലാണോ? അല്ല, 6, 7. 5, 6, 7 ക്ലാസ്സിലെ മിടുക്കി കുട്ടന്മാരും കുട്ടികളുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ എങ്ങനെ പോണു ഓണാഘോഷമൊക്കെ? സൂപ്പറാണോ? സൂപ്പറാണ്. സൂപ്പറാണ്. എങ്ങനെയാ സ്കൂളിലെ ഓണാഘോഷമൊക്കെ എങ്ങനെയാ നടക്കാറ്? എങ്ങനെയാ പ്ലാൻ ചെയ്തിട്ടുള്ളത്? പൂക്കളൊക്കെ അത്തപ്പൂക്കളൊക്കെ ഇടും. പിന്നെ ഡാൻസും പാട്ടുകളും. ഇത് നമ്മൾ അത്തപ്പൂക്കളിട്ട് തിരുവാതിര അങ്ങനെയൊക്കെ കളിച്ച് നല്ല രസമായി. പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയോ അതിന് വേണ്ടിയിട്ട്? ഇല്ല. തുടങ്ങിയില്ലേ? ഓക്കെ, അപ്പൊ വെക്കേഷൻ ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലോട്ടല്ലേ പോകുന്നത്? വീട്ടിൽ പോയിട്ട് എങ്ങനെയാ ഓണം ആഘോഷിക്കാൻ പ്ലാൻ? അത്തപ്പൂ ഇടും, സദ്യ ആക്കും, പിന്നെ ഓണക്കളികളൊക്കെ കളിക്കും. പിന്നെ എങ്ങനെയാ? സദ്യ ഇടും, അല്ല സദ്യ അത്തപ്പൂക്കളം ഇടും, സദ്യ ഒരുക്കും, അതൊക്കെ കഴിക്കും. പിന്നെ അത് കഴിക്കും, അത് കഴിഞ്ഞ് കിടന്ന് ഉറങ്ങും. പിന്നെ ട്രിപ്പ് പോകാൻ ആരെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഓണത്തിന്? ഉണ്ടോ? എങ്ങോട്ടാ പോകാൻ പോന്നെ? ചിലപ്പോ മൂന്നാറ് ഒന്നെങ്കിൽ. ഓക്കെ, അപ്പൊ നമ്മള് പിള്ളേർ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകാനായിട്ട് കാത്തിരിക്കുന്ന ഒരു വെക്കേഷൻ പീരീഡ് കൂടാണ്. അപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ ഈ മലയാളം ടീച്ചർമാരൊക്കെ ആയിരിക്കും സാധാരണ ഇങ്ങനെ ഓണച്ചൊല്ലുകൾ എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരെണ്ണം? അത്തപ്പത്തിന് പൊന്നോണം. അത്തമ്പത്തിന് പൊന്നോണം എന്ന് പറയുന്ന ഒരു ചൊല്ല് അറിയാം. പിന്നെ വേറെ ഏതെങ്കിലും? അറിയത്തില്ല, കുഴപ്പമില്ല. ടീച്ചറോട് ചോദിച്ചിട്ട് അത് എന്തായാലും പഠിക്കണം കേട്ടോ. പിന്നെ നേരത്തെ വരുന്നതിന് മുന്നേ ഇവരാരോ നിന്നിട്ട് ഈ മാവേലിയുടെ കഥ ഇങ്ങനെയോ പറയുന്നുണ്ടായിരുന്നു അല്ലേ? മാവേലി തമ്പുരാൻ വന്നതിന്റെ കഥ എങ്ങനെയാണ് മാവേലി തമ്പുരാൻ ഇങ്ങനെ ഓണത്തിന് എത്തുന്നത്, അതിന്റെ കഥയൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്താ കഥ? നമ്മുടെ മാവേലി ഒരാളുണ്ടായിരുന്നു. ആരാ ആ ആളാരാ? വാമൻ. വാമനൻ ആണ് നമ്മുടെ മഹാബലിയെ ഇങ്ങോട്ട് കഥയിലെ ഒരു നായകൻ. പറഞ്ഞോ. നമ്മളെ 3 പടി ചവിട്ടി തലയെ വെച്ച് അങ്ങനെ ചവിട്ടി കീറണം, അങ്ങനെ ഉണ്ടായി. അങ്ങനെ ചവിട്ടി താഴ്ത്തുന്നതിന് മുമ്പേ എനിക്ക് എല്ലാ വർഷവും ഒരു ദിവസം ജനങ്ങളെ വന്ന് കാണണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഓണം വന്നത്. അങ്ങനെയാണോ ഓണത്തിന് എല്ലാ വർഷവും മാവേലി വരുന്നത്? ശരിയാണോ മാവേലി? ഇങ്ങനെ തന്നെയാണോ? ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പൊ മാവേലി ആയിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുമ്പോ എങ്ങനെയുണ്ട് ഒരു എക്സ്പീരിയൻസ്? ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണോ? സൂപ്പറാണോ? സൂപ്പറാണോ? വേദന എടുക്കുന്നുണ്ടോ അതൊക്കെ വെച്ചിട്ട്? ചെറുതായിട്ട്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാമെന്നാ അവര് പറഞ്ഞേക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഒരു ഓണപ്പാട്ടൊക്കെ പാടി അങ്ങ് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, ഒരു 4 വരി ഓണപ്പാട്ട്. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ തഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലിനു ഞാനാടും വണ്ണാത്തിക്കിളി, നിന്നെ പുൽകാനായി കൊതിയൂറും മാറിക്കാറും. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ തഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലിനു ഞാനാടും വണ്ണാത്തിക്കിളി, നിന്നെ പുൽകാനായി കൊതിയൂറും മാറിക്കാറും. ഹാപ്പി ഓണം.